ഈ വീഡിയോയിലൂടെ നമ്മൾ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് അമേരിക്ക എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വ രാജ്യം എങ്ങനെയാണ് ഇറാനെ ചതിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ വളരെ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്, 1979 ഭരണകൂടം ആയത്തുള്ള റൂഹുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിൽ വരുന്നതിന് മുൻപ് വലിയ സൗഹൃദത്തിലായിരുന്നു അമേരിക്കയും അതുപോലെ ഇറാനും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിനെ അംഗീകരിച്ച ഏറ്റവും ആദ്യത്തെ രാജ്യങ്ങളിലൊന്നുകൂടിയാണ് ഇറാൻ എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർത്തിരിക്കേണ്ടത്. പക്ഷേ പിന്നീട് എങ്ങനെയാണ് ഇവർ ശത്രുക്കളായത്? ആ ശത്രുക്കളായതിൻ്റെ പിന്നിൽ അമേരിക്കയുടെ ചതിയുടെ കഥ എന്താണ്, അമേരിക്കയുടെ കൊതിയുടെയും ദുഷ്ടലാക്കിൻ്റെയും ഒക്കെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് വിശദമാക്കുകയാണ് ഇവിടെ. ഇത് പറയുമ്പോൾ ഒരു കാരണവശാലും ഞാൻ ആയത്തുള്ള അലി ഖൊമൈനിയുടെയൊക്കെ ഭരണകൂടത്തെ ന്യായീകരിക്കുകയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കരുതരുത്. കാരണം അതിനെക്കുറിച്ച് ഞാൻ വളരെ കൃത്യമായി നേരത്തെ തന്നെ പറഞ്ഞതാണ്. അങ്ങേറ്റം മനുഷ്യത്വ വിരുദ്ധമായ, അങ്ങേറ്റം പ്രതിലോഭകരമായ ഒരു മതഭരണകൂടമായിരുന്നു, ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ അവരെ വേറെ ആരോടും യുദ്ധത്തിന് പോയിട്ടില്ല എന്നൊക്കെ ചില ചർച്ചകളിലൊക്കെ ഇരുന്ന ആളുകളൊക്കെ പറയുന്നത് കേട്ടു റിപ്പോർട്ടർ ചാനലിലൊക്കെ. ഞാൻ അന്തം വിട്ടുപോയി. എന്നിട്ട് പുള്ളിയുടെ താഴെ എഴുതി വെച്ചേക്കുന്നത് വലിയ വിദേശകാര്യ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, ഈ പറയുന്ന ഹിസ്ബുള്ള ആണെങ്കിലും അതുപോലെ ഹൂത്തികളാണെങ്കിലും ഇത്തരത്തിലുള്ള പല ആളുകൾക്കും ഫണ്ട് ചെയ്തുകൊണ്ട് അവരെ തകർക്കാൻ വേണ്ടി ഇറാൻ ഭരണകൂടം ശ്രമിച്ചിരുന്നു എന്നുള്ളത്. ഇസ്രായേലിനെ തകർക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകണം എന്നുള്ളത് കൂടിയൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ഒരു സൈഡെങ്കിൽ. മറ്റൊരു സൈഡ് കൂടി നമുക്ക് വിശദമായി പറഞ്ഞു പോകേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇറാൻ മാത്രമല്ല, അമേരിക്ക അതിനേക്കാൾ വലിയ ചതിയന്മാരാണ് എന്നുള്ളതാണ്. അമേരിക്ക കഴിഞ്ഞ ഏതാണ്ട് നിരവധി വർഷങ്ങളിലായി 100ലധികം രാജ്യങ്ങളിൽ പലതരത്തിലുള്ള റെജീം ചേഞ്ചുകൾക്ക് അവർ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ചില പ്രതിഫലനങ്ങളാണ് ബംഗ്ലാദേശിൽ കണ്ടത്. അതിൻ്റെ ചില പ്രതിഫലനങ്ങളാണ് നമ്മൾ വെനസ്വേലയിൽ കണ്ടത്. അവിടുത്തെ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ അതിക്രമിച്ച് തട്ടിക്കൊണ്ടുപോകുന്ന, ആ രാജ്യത്തെ അധിപനെ അതിക്രമിച്ച് തട്ടിക്കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഥകളിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുന്നതെന്നായിരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ ആര് ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പാർട്ടിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഈ വീഡിയോയിലും പറയാനുണ്ട്. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഞാൻ യഥാർത്ഥത്തിൽ മറ്റു കാര്യങ്ങളിലേക്ക് കൂടി വരാം. ഈ വീഡിയോയുടെ തുടക്കം നിങ്ങളൊന്ന് കേൾക്കണം. അതിനുശേഷം നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരാം. ഇസ്രായേലും ഹമാസും തമ്മിലും ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലും ഏറ്റവും ഒടുവിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതുമൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ലോകത്തിലെ തന്നെ ഒരു ഭൂമികയാണ് ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആളുകളിൽ മഹാഭൂരിപക്ഷവും തന്നെ പകുതി പേർ ഒരു പ്രോ റൈറ്റ് വിങ് ആയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇസ്രായേലിനൊപ്പം നിൽക്കുകയും അതുപോലെ പ്രോ ഇസ്ലാമിക്, പ്രോ LDF അല്ലെങ്കിൽ പ്രോ ലെഫ്റ്റ് എന്നൊക്കെ പറയാവുന്ന ആളുകളൊക്കെ തന്നെ ഇറാന്റെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ ഉള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ പല വ്യൂവർഷിപ്പിന് വേണ്ടി, കൂടുതൽ ആളുകളുടെ വ്യൂസ് കിട്ടാനും വേണ്ടി ചില ഓൺലൈൻ പോർട്ടലുകളും യൂട്യൂബ് ചാനലുകളും ഒക്കെ തന്നെ നാളെ ഇറാൻ തീരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോകൾ ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു 9 കോടിയിലധികം വരുന്ന ജനസംഖ്യയുള്ള ഒരു ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം നാളെ തീരുമെന്ന് എന്നോട് സുഹൃത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നാളത്തെ അല്ല, ഒരു അര ദിവസവും കൂടി സമയം അനുവദിക്കണം എന്നുള്ളത് തമാശക്ക് പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് തന്നെ തീരുമാനിച്ചത്. കാരണം ഇതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നറിയാൻ താല്പര്യമുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി. കാരണം അല്ലാത്തവർ ഇത് കാണണം നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ ചില വീരഗാഥകളും ചുമ്മാ വാചകമടിയൊക്കെ കേൾക്കണം എന്നുള്ളവർക്ക് മറ്റേതെങ്കിലും വീഡിയോകൾ പോയി കാണും. കാരണം ഇതിനെതിരായിട്ടുള്ള വീഡിയോകളൊക്കെ കണ്ടു. ഇസ്രായേലിന് പണി കിട്ടും, ഇസ്രായേൽ ആകെ നടുങ്ങി പറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ചില വീഡിയോകളൊക്കെ ഞാൻ കണ്ടു. അതിന് മുൻപ് ഒരു തവണ നമ്മുടെ മീഡിയ വണ്ണിന്റെ അജിംസിൽ നിന്ന് തള്ളുന്നത് ഞാൻ കേട്ടു. ഈ മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ള ആളുകളൊക്കെ കൂടി മൂത്രം ഒഴിച്ചാൽ ഇസ്രായേൽ ഒഴുകിപ്പോകും എന്ന് പറയുന്ന കമന്റൊക്കെ ഞാൻ കേട്ടു. അപ്പൊ അത്തരത്തിലുള്ള ഒരു കമന്റുകളൊന്നും പ്രതീക്ഷിക്കില്ല. ഞാൻ എന്റെ പ്രേക്ഷകരോട് വളരെ സത്യസന്ധമായ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ഞാൻ നിരവധി വീഡിയോകളും അതുപോലെ തന്നെ മറ്റു ചിത്രങ്ങളും കൂടാതെ ലേഖനങ്ങളും മറ്റു പല റിപ്പോർട്ടുകളും എല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന്, ഈ കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുള്ള ഒരു അറ്റാക്കിൽ ഇസ്രായേലിന് നാശനഷ്ടങ്ങൾ ഉണ്ടായോ, അതിൽ ആർക്കാണ് കൂടുതൽ നേട്ടം ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തത്, ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു നേരിട്ടുള്ള യുദ്ധം ഉണ്ടായാൽ അവിടെ ഏതൊക്കെ തരത്തിലുള്ള, ആര് ജയിക്കുമെന്ന് പറയാൻ നമ്മളാവല്ല, പക്ഷെ പ്രശ്നം എന്തായാലും രണ്ട് സ്ഥലത്തെയും ജനങ്ങൾക്കാണ് നഷ്ടമുണ്ടാവുക. യുദ്ധം ഉണ്ടായാലും അത് കാര്യത്തിൽ ഒരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, അവിടെയുള്ള അവരുടെ കയ്യിലുള്ള ഒരു സൈനികരും
ആയുധങ്ങളും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അതിലൊക്കെ മുൻതൂക്കം ആർക്കാണ് എന്നുള്ളത് കൂടിയാണ് നമ്മുടെ വീഡിയോയിൽ വളരെ കൃത്യമായി ഫാക്ട്സുകളുടെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ തവണ കഴിഞ്ഞ ഈ 2024 ഏപ്രിലിൽ തന്നെ ഇറാൻ ഒരു വലിയ തോതിലുള്ള അറ്റാക്ക് ഇസ്രായേലിനെതിരെ നടത്തിയിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കൂടി വരാം. യഥാർത്ഥത്തിൽ ഈ വീഡിയോ നിങ്ങൾ കാണണം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഈ രണ്ട് രാജ്യങ്ങളുടെയും മിലിറ്ററിയെയും അവരുടെ കപ്പാസിറ്റികളെയും കുറിച്ച് കൂടി കമ്പയർ ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് കൂടി കൊടുത്തേക്കാം. കാണേണ്ടവർക്ക്, ആവശ്യമുള്ളവർക്ക് അത് കാണേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. ഇത് വളരെ വസ്തുതാപരമായി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ 1979 മുമ്പ് നമുക്കറിയാം, മുഹമ്മദ് പഹ്ലവി ഷാ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ ഭരിച്ചുകൊണ്ട്, റസ പഹ്ലവി എന്ന് പറയുന്ന അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വലിയ വികസനം അവിടെ ഇറാനിലുണ്ടായിരുന്നു, ടെഹ്റാനിലൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പഴയ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്തു നോക്കിയാൽ ന്യൂയോർക്ക് സിറ്റിയും വാഷിങ്ടൺ പോസ്റ്റിലൊക്കെ തന്നെ ആളുകൾ നടന്നു പോകുന്ന അതേ ലെവലിലാണ് അവിടുത്തെ സ്ത്രീകളുടെയൊക്കെ വസ്ത്രധാരണം പോലും ഉണ്ടായിരുന്നത്. കൂടാതെ അവിടെ നിരവധി കാറുകളടക്കമുള്ള നിരവധി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വിറ്റഴിഞ്ഞിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. 1963 അവിടെ ഏതാണ്ട് 1,50,000 കാറുകളാണ് വിറ്റഴിഞ്ഞതെങ്കിൽ പിന്നെ 3,52,000 കാറുകൾ 1977 വിറ്റഴിയുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്തിയിരുന്നു. അപ്പോൾ ടിവികളുടെ എണ്ണവും ഒക്കെ ഇത്തരത്തിൽ വലിയ തോതിൽ കൂടിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ ഏതാണ്ട് GDP-യുടെ ഗ്രോത്തും 6 മുതൽ 8% വരെ GDP-യുടെ ഒക്കെ ഗ്രോത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ 1939-നും 1945-നും ഇടയ്ക്കുള്ള രണ്ടാം ലോക മഹായുദ്ധം സംഭവിച്ചതിന് ശേഷം ലോകത്ത് മുഴുവൻ ഒരു ധാരണ വന്നിരുന്നു. ആ ധാരണ എല്ലാ രാജ്യങ്ങൾക്കും വന്നത് ലാർജ് ഓയിൽ റിസർവും അതുപോലെ തന്നെ ഓയിൽ കൈകാര്യം ചെയ്യുന്നവർക്കും ലോകത്തെ തന്നെ ഭരിക്കാൻ കഴിയുമെന്നും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സപ്ലൈ ഓഫ് ഓയിൽ എന്ന് പറയുന്ന ഒരു കാര്യം വന്നിരുന്നു. കൂടാതെ രണ്ടാമത്തേത് ന്യൂക്ലിയർ വെപ്പൺ ഒരു സുരക്ഷയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് എന്ന് പറയുന്ന തോന്നലുമൊക്കെ തന്നെ രാജ്യങ്ങൾക്ക് വന്നിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഹിരോഷിമയിൽ നാഗസാക്കിയിലൊക്കെ ബോംബിട്ടതും അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് പതുക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഓയിൽ റിസർവ് ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് വെനസ്വേലയാണ്. വെനസ്വേലയുടെ കാര്യം ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കാരണം വെനസ്വേലയുടെ ഭരണാധികാരി തന്നെയാണ് അമേരിക്ക തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. രണ്ടാമത്തേത് യഥാർത്ഥത്തിൽ അവിടെ സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ ഏതാണ്ട് ഒരു സാറ്റലൈറ്റ് രാജ്യം എന്നുള്ള പോലെ തന്നെയാണ് അമേരിക്കയുടെ കീഴിൽ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അവരുടെ സുരക്ഷയൊക്കെ തന്നെ അമേരിക്കയാണ് നോക്കുന്നത്. അമേരിക്കയുടെ മിലിറ്ററി ബേസുകളൊക്കെ ആ രാജ്യത്തുണ്ട്. മൂന്നാമത്തെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ളത് ഇറാനായിരുന്നു. ഇറാനുമായിട്ട് അമേരിക്ക വലിയ സൗഹൃദത്തിലായിരുന്നു. ഇറാൻ്റെ ഭരണാധികാരികളും അതുപോലെ തന്നെ അമേരിക്കൻ ഭരണാധികാരികളും ഒക്കെ ആയിട്ട് വലിയ സൗഹൃദത്തിലായിരുന്നു എന്ന് മാത്രമല്ല, ഒരു വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ തന്നെയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവിടെ നിരവധി ഫാഷൻ ഷോകൾ നടത്തിയിരുന്നു. അതുപോലെ സ്ത്രീകളുടെ വസ്ത്രധാരണമൊക്കെ അതുപോലെ തന്നെയായിരുന്നു. ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രോയിങ് ആയിട്ടുള്ള രാജ്യമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇങ്ങനെ 6 മുതൽ 8% വരെയുള്ള GDP ഒക്കെ ഗ്രോ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഈ വലിയ പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിലുള്ള അന്തരം യഥാർത്ഥത്തിൽ കൂടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 80% വരുന്ന ആളുകൾ തന്നെ വലിയ ദുരിതത്തിലാവുകയും അവർ ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി തന്നെ വലിയ ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള പണം അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് അമേരിക്ക കൂടിയാണ്. കാരണം 80% വരുന്ന ഓയിൽ കമ്പനികളൊക്കെ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് വെസ്റ്റേൺ ആയിട്ടുള്ള പാശ്ചാത്യ കമ്പനികളായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് അമേരിക്കയ്ക്ക് നിയന്ത്രണമുള്ള കമ്പനികളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വലിയ പണക്കാരുണ്ടാവുന്നു, വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളുണ്ടാവുന്നു. അതേസമയം തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന അവസരമുണ്ടാകുന്നു. 1970-കൾക്ക് ശേഷം ഇപ്പോൾ ആയത്തുള്ള റൂഹല്ല ഖൊമൈനി എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഫ്രാൻസിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു ക്ലർജിയാണ്. അദ്ദേഹം കാസറ്റുകളൊക്കെ ഇങ്ങോട്ട് അയക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ ആളുകൾ കൂടുകയൊക്കെ ചെയ്തു. കാരണം ഈ ഷാ ഭരണകൂടത്തോടുള്ള എതിർപ്പ് വളരെ കൂടിക്കൊണ്ടിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇതിനെ ഒരു കാറ്റലിസ്റ്റായി മാറിയ, ഇതിനൊരു പ്രധാനപ്പെട്ട ആ പ്രക്ഷോഭങ്ങൾക്ക് ഏറ്റവും കാരണമായി മാറിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി നടക്കുന്നുണ്ട്. ആ സംഭവം നടക്കുന്നത്
പേർഷ്യപോളിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗോൾഡൻ സിറ്റി എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു 3 ദിവസത്തേക്കുള്ള ഒരു പാർട്ടി നടത്തുകയാണ് അവിടുത്തെ ഭരണാധികാരി. അത് 2500 കൊല്ലത്തെ പേർഷ്യൻ എംപയറിനെ കുറിച്ച് വളരെ പേർഷ്യൻ എംപയറിൻ്റെ ഒരു ആഘോഷം, 2500 കൊല്ലം തികയുന്നതിൻ്റെ ഒരു ആഘോഷമാണ് അദ്ദേഹം നടത്തുന്നത്. ആ ആഘോഷം നടത്തുന്നത് എങ്ങനെയാണ് ഇത്ര വലിയ പ്രശ്നമാകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ചില കണക്കുകൾ മാത്രം നിങ്ങളോട് പറയാം. അവിടേക്ക് വന്നത് 18,000 കിലോഗ്രാം ഫുഡാണ് പാരീസിൽ നിന്ന് എത്തിച്ചത്. 18,000 കിലോഗ്രാം ഫുഡാണ് പാരീസിൽ നിന്ന് വെച്ചത്. 25,000-ഓളം ലിറ്റർ മറ്റേ വൈനാണ് ഈ പാരീസിൽ നിന്ന് വീണ്ടും അങ്ങോട്ട് എത്തിക്കുന്നത്. 25,000-ഓളം ലിറ്റർ ഫൈനാണ്. അതുപോലെ ടൺ കണക്കിന് ഐസുകളാണ് അവിടെ നിന്ന് യൂറോപ്പിൽ നിന്ന് എത്തിക്കുന്നത്. കാരണം ഈ വൈനുകളെല്ലാം തന്നെ വളരെ കൂളായിട്ടിരിക്കാൻ വേണ്ടി എത്തിക്കുന്നത്. കൂടാതെ 15,000-ഓളം വരുന്ന പ്ലാന്റ്സ് ആണ് എത്തിച്ചിട്ടുള്ളത്. 10,000-കണക്കിന് കിലോ ഫ്ലവറുകളാണ് യൂറോപ്പിൽ നിന്ന് എത്തിച്ചിട്ടുള്ളത്. 15,000-ഓളം പ്ലാന്റ്സ് ഈ ഡെസേർട്ടുകളിൽ വെച്ചുപിടിപ്പിക്കാനും അത് ഒരു ഗാർഡനായി തോന്നിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള പണികൾ നടത്തിയത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അതായത് 1971 $100 മില്യൺ ചെലവ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പാർട്ടി അവിടെ നടത്തപ്പെടുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. $100 മില്യൺ 1971 നടത്തുമ്പോൾ 2026 നമ്മളിപ്പോൾ 25 അത് കൺവേർട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നത് $800 മില്യൺ ആണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 72,000 കോടി രൂപയാണ് ആ 3 ദിവസത്തെ ഈവൻറ്റിന് വേണ്ടി ചെലവിട്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അത്തരത്തിൽ ചെലവിടുമ്പോൾ ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു വളരെ വലിയ വിദ്വേഷം ജനങ്ങളിൽ ഉണ്ടാക്കുകയും ഇവരൊക്കെ ഇങ്ങനെ വളരെ വലിയ ആഘോഷം നടത്തുകയും എന്നാൽ ഞങ്ങൾ വലിയ ദുരിതത്തിലായിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന വിശ്വാസം ജനങ്ങളിലൊക്കെ ഉണ്ടായപ്പോൾ ഒന്നുകൂടി ഈ പ്രക്ഷോഭത്തിന് ആക്കം കൂടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് 1979 ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഷാ ഭരണാധികാരി അവിടെ നിന്ന് മാറ്റപ്പെടുന്നത്. പുതിയ റൂളേഴ്സ് മുഹമ്മദ് റസ പഹ്ലവി എന്ന് പറയുന്ന ആൾ മാറ്റപ്പെടുന്നതും പിന്നീട് നമുക്കറിയുന്നത് പോലെ പുതിയ ഇസ്ലാമിക് റിപ്പബ്ലിക് അവിടെ അധികാരത്തിലേക്ക് വരുന്നു. അന്ന് ഫ്രാൻസിലായിരുന്ന ആയത്തുള്ള റോഹല്ല ഖൊമൈനി വന്ന് അധികാരം ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം 10 കൊല്ലം 1979 മുതൽ 89 വരെ മാത്രമേ അവിടെ ഭരിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ ആയത്തുള്ള റൂഹല്ല ഖൊമൈനി വന്നതിന് ശേഷം എടുത്തിട്ടുള്ള 3 തീരുമാനങ്ങളുണ്ട്. ആ 3 തീരുമാനങ്ങളും അമേരിക്കയെ ദേഷ്യം പിടിപ്പിച്ചു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനൊരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാക്കി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ആ ഇസ്ലാമിക് റിപ്പബ്ലിക്കാക്കി പ്രഖ്യാപിക്കുകയും അതൊരു ഓട്ടോക്രസിയുടെ മോഡലിലേക്ക് വരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം ഇറാനിയൻ സ്റ്റുഡൻസ് US-ൻ്റെ എംബസി തന്നെ അറ്റാക്ക് ചെയ്യുകയും 52 വരുന്ന അമേരിക്കക്കാരെ തടവുകാരാക്കി കൊണ്ടുപോവുകയും ചെയ്തു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ അവരെ 444 ദിവസത്തേക്കാണ് തടവുകാരാക്കി വെച്ചത് എന്ന് മാത്രമല്ല, അവിടുത്തെ സുപ്രീം ലീഡറായിട്ടുള്ള ഭരണാധികാരിയായിട്ടുള്ള ആയത്തുള്ള റൂഹല്ല ഖൊമൈനി തന്നെ ആ ആക്ടിനെ ന്യായീകരിക്കുകയും ചെയ്തതോടുകൂടി അമേരിക്കയെ വിരളി പഠിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആയത്തുള്ള ഈ ഖൊമൈനി അതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റുകളും തന്നെ ക്യാൻസൽ ചെയ്യുകയും അവരെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള ഈ ഓയിൽ കമ്പനികളോടും തന്നെ രാജ്യം വിടാൻ പറയുകയും ചെയ്തു. അങ്ങനെ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്കെല്ലാം തന്നെ അവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. കൂടാതെ അദ്ദേഹം ഭയങ്കര തോതിൽ ആൻറ്റി അമേരിക്കയായിരുന്നു, അമേരിക്കൻ വിരുദ്ധനായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ന്യൂക്ലിയർ റിയാക്ടേഴ്സും തന്നെ ഷട്ട് ഡൗൺ ചെയ്യാൻ പറയുകയും ഈ അമേരിക്കക്കാരുടെ കീഴിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെല്ലാവരും തന്നെ പിരിച്ചുവിടുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു അമേരിക്കൻ വിരുദ്ധ നിലപാടുകൾ എടുത്തു. ഇതിന് തൊട്ടുമുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ റാസ പഹൽവി ഷായുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഈ 3 ദിവസത്തെ ഈവൻറ്റ് നടത്തിയപ്പോൾ അവിടെ മദ്യമടക്കമുള്ള ആളുകൾ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ തന്നെ ഒരു നമ്മുടെ മതത്തിന് എതിരായിട്ടുള്ള കാര്യമാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കുള്ള പ്രചരണം കൂടി ഈ ആയത്തുള്ള റൂഹല്ല ഖൊമൈനിയുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ നടക്കപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഷോക്കും ഒക്കെ തന്നെ ആളുകൾക്ക് വലിയ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു മൂഡ് അവിടെ ക്രിയേറ്റ്
ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കാക്കി അതിനെ പ്രഖ്യാപിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മി കാർട്ടർ എന്ന് പറയുന്ന 1977 മുതൽ 81 വരെ അവിടെ ഭരിച്ചിരുന്ന ജിമ്മി കാർട്ടർ എന്ന് പറയുന്ന പ്രസിഡൻ്റൊക്കെ വളരെ അസ്വസ്ഥനാവുകയും അദ്ദേഹം യഥാർത്ഥത്തിൽ 1979 അതായത് ഈ ഭരണകൂടം വന്ന് കേവലം 2 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇറാൻ്റെ അസറ്റ്സ് ആയിട്ടുള്ള $12 ബില്യൺ അസറ്റുകളൊക്കെ തന്നെ അവിടെ മരവിപ്പിക്കുകയും അത് ഇവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളത്, അമേരിക്ക കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കൂടാതെ കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം ഓർമ്മയുള്ളതുപോലെ സദ്ദാം ഹുസൈനെ കൊണ്ടും അതുപോലെ ഇറാഖിലുള്ള ഭരണാധികാരിയായിട്ടുള്ള സദ്ദാം ഹുസൈനെ കൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുകയും അങ്ങനെ യുദ്ധം ചെയ്യിപ്പിക്കുന്നതിലൂടെ 8 കൊല്ലം നീണ്ടുനിന്ന ആ യുദ്ധം കൊണ്ട് ഇറാൻ സാമ്പത്തികമായി വളർച്ച പ്രാപിക്കാതിരിക്കുകയും ഇറാഖിനെയും ഒരുപോലെ തകർക്കുകയും ചെയ്യുന്ന ഒരു പണിയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ 2006 സദ്ദാം ഹുസൈൻ അമേരിക്കയുടെ കൂടി പിന്തുണയോടുകൂടി തൂക്കിലേറ്റപ്പെട്ടു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ US ഇത്തരത്തിലുള്ള ഒരു റെജീം ചേഞ്ചുകൾക്ക് വേണ്ടി 1979 അധികാരത്തിൽ വന്ന് 2 കൊല്ലങ്ങൾക്കിടയിൽ തന്നെ വളരെ സ്ട്രിക്റ്റായി ശ്രമിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2003 അവർ 1.5 ലക്ഷത്തോളം വരുന്ന അവരുടെ ട്രൂപ്പുകൾ ഇറാഖിൽ വിന്യസിക്കുന്നുണ്ട്, ഈ ഇറാൻ്റെ ബോർഡറുകളിലൊക്കെ തന്നെ. കൂടാതെ ഈസ്റ്റ് അഫ്ഗാനിസ്ഥാനിൽ 1 ലക്ഷത്തിലധികം വരുന്ന ട്രൂപ്പുകൾ അതുപോലെ ഫൈറ്റർ ജെറ്റുകളൊക്കെ തന്നെ ഉണ്ട്. പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന രീതിയിലും അതിൻ്റെ അടുത്തുള്ള സമുദ്രത്തിലൊക്കെ തന്നെ നിങ്ങൾ അറിയേണ്ടത് US നേവി അവിടെ വളരെ സാന്നിധ്യം ശക്തമാക്കുന്നുണ്ട്. പിന്നെ സൗദി അറേബ്യയിലും UAE ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള മിലിറ്ററി ബേസുകൾ പണിയുന്നതിലുമൊക്കെ തന്നെ അവർ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വഹിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെല്ലാത്തിനും ശേഷം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ തകർക്കാൻ ചുറ്റുപാടും നിന്ന് എല്ലാ പണികളും ഇവർ നോക്കിക്കൊണ്ടിരുന്നു. വലിയ തോതിലുള്ള ഈ പറയുന്ന അവർക്കെതിരെയുള്ള ഉപരോധങ്ങൾ ഇവരെല്ലാം ഏർപ്പെടുത്തി. അത് പിന്നീടൊരു അയവ് വന്നത് 2015 ബറാഖ് ഹുസൈൻ ഒബാമ വരികയും ഈ ഏതാനും ഉപരോധങ്ങളൊക്കെ തന്നെ നീക്കിക്കൊടുക്കുകയും ചെയ്തു. അതിൽ ചില വിട്ടുവീഴ്ചകൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് ഈ പറയുന്ന ഉപരോധം നീക്കിക്കൊടുത്തത്. പക്ഷേ 2018 ഡൊണാൾഡ് ട്രംപ് വരുമ്പോഴേക്കും ഇത് വീണ്ടും ഈ ഉപരോധങ്ങളെല്ലാം തന്നെ ഇമ്പോസിഷൻസ് എല്ലാം തന്നെ വീണ്ടും ആക്റ്റീവ് ആക്കുകയും ഈ ഇറാനെ ഞെക്കിക്കൊല്ലാനും ശ്വാസം മുട്ടിക്കാനുമുള്ള ഒരു പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. കാരണം അവരുടെ ഏറ്റവും വലിയ കണ്ണ് ഈ ഇറാൻ്റെ കയ്യിലുള്ള ഒരു ഓയിൽ റിസർവിലായിരുന്നു. കൂടാതെ ഇറാൻ്റെ തന്ത്രപ്രധാനമായ ഏരിയ അത് USSRൻ്റെ അടുത്താണ് എന്നുള്ളത് കൊണ്ട് ആ ഏരിയയും ആ ലൊക്കേഷൻ ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ്. പിന്നീടാണ് നിങ്ങളെല്ലാം അറിയുന്നത് പോലെ അതുവരെ യഥാർത്ഥത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് ഈ 1979 അധികാരത്തിൽ വന്നതിന് ശേഷം അവരൊരിക്കലും ന്യൂക്ലിയർ വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യണമെന്നോ ഞങ്ങൾക്കിത് വേണമെന്നോ ഒന്നും ആലോചിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല ന്യൂക്ലിയർ റിയാക്ടറുകളൊക്കെ തന്നെ വേണ്ട എന്ന് വെക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ 2018 ശേഷം അവർക്ക് അപകടം മണക്കുകയും അവരുടെ രാജ്യത്തിന് ഒരു ന്യൂക്ലിയർ ആയുധങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ ഈ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള പദ്ധതികളിലേക്കും ആസൂത്രണങ്ങളിലേക്കും ഒക്കെ കടന്നത്. പിന്നീട് നമുക്കറിയാം അവരുടെ ഏറ്റവും വലിയ ആണവ ശാസ്ത്രജ്ഞൻ തന്നെ കൊല്ലപ്പെടുന്നുണ്ട്. അത് ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് കൂടിയായിരുന്നു. അതിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ഒരു ന്യൂക്ലിയർ പവറിനെ തന്നെ ഇല്ലാതാക്കാനും ആ രാജ്യത്തെ തന്നെ ഞെക്കിക്കൊല്ലാനുമൊക്കെയുള്ള വലിയ പരിശ്രമം കൂടി അമേരിക്കയുടെ ഭാഗത്ത് നിന്നും നടന്നിരുന്നു എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് ഒരിക്കലും നമുക്ക് ഒരാളുടെ ഭാഗത്ത് നിൽക്കാൻ കഴിയാത്ത മോഹൻലാൽ ലൂസിഫറിൽ പറഞ്ഞതുപോലെയുള്ള ഇത് വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് പറഞ്ഞത്. ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് നമ്മൾ കണക്കൂട്ടിയാൽ മാത്രം മതി. അല്ലാതെ നമ്മൾ ജനങ്ങൾക്ക് വിൽക്കുന്ന ഒരു ഐഡിയ പോലെ ഇത് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടമേ അല്ല.